അടിപൊളി, ഹൈലി റിലേറ്റബിൾ ആണ്. പിള്ളേർക്ക് എന്തായാലും നമ്മുടെ ജനറേഷൻ പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആശർ അടിപൊളിയാണ്, അതുണ്ട്. ഇഷ്ടപ്പെട്ടോ? പിന്നെ ആശിറിന്റെ ഒക്കെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? ആശിറൊക്കെ എങ്ങനെയുണ്ട്? കൂടുതലൊന്നും പറയാനില്ല, മൊത്തത്തിൽ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലെയൊക്കെ തരംഗമായ ആശിറൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും ഭാവിയില് താരങ്ങളല്ലേ. അവരുടെയൊക്കെ കൂടെയാണ് മകൾ അഭിനയിച്ചത്. അപ്പൊ അവരുടെയൊക്കെ കൂടെ തന്നെ അതെ അതെ പോകുമ്പം അവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലൊക്കേഷനിൽ വെച്ച് നമ്മള് നല്ല എല്ലാരും നല്ല ജോളിയായിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് എന്റെ കൂടെ എല്ലാരും കൂടുമായിരുന്നു. എല്ലാരും നല്ല എല്ലാരും കൂടുമായിരുന്നു. പാർട്ട് വരുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുക. പ്രതീക്ഷയല്ലേ? ഇനി അടുത്ത പ്രതീക്ഷ ഇത് സക്സസ് ആവട്ടെ. സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയണം. ആർക്കും എന്തായാലും ഇത് കണ്ടത് നഷ്ടമാവില്ല. എല്ലാവരുടെയും ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ, ഏത് ഏജിലുള്ളവർക്കും. ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടുണ്ട് പടം കണ്ടിട്ട്. അപ്പൊ അവര് വന്നിട്ട് എന്ന് പറയുമ്പോൾ ഹാപ്പിയാണ്. വർക്കൗട്ടായെന്ന് പറഞ്ഞ് നമ്മള് അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഹാപ്പിയാണ്. സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ചിരി വരും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പല ഇപ്പൊ ഗുരുവായൂരപ്പനാടെ ആണെങ്കിലും അതിനകത്തുള്ള സീനുകളൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക ഇഷ്ടപ്പെടുന്ന എനിക്കറിയില്ല ബ്രോ, അതിന്റെ ഒരു എനിക്ക് എന്ത് പറയാൻ, ആൾക്കാർ ചിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. എനിക്ക് തരുന്ന പരിപാടിയിൽ ഞാൻ ചെയ്യുന്നൊന്നുമില്ലല്ലോ, ചിരിപ്പിക്കാൻ വേണ്ടിട്ട് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ലല്ലോ. എളിമയൊന്നുമില്ല, ഞാനിങ്ങനെ അതെ 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 നമ്മളിപ്പോ ടീമിന്റെ കൂടെ കണ്ടിറങ്ങിയുള്ളൂ. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഇമോഷണൽ ആണ്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല. നമ്മള് ഒരു വർഷമായി എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു ഈ ടീമിന്റെ കൂടെ. ഫൈനലി റിസൾട്ട് കാണുമ്പോ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഓഡിയൻസ് കണ്ടിട്ട് നിങ്ങൾ കണ്ടോ? ഇഷ്ടമായോ? അതെ അതെ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. റെസ്പോൺസസ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുക, വർക്കായി എന്നാണ് പറയുന്നത്. എല്ലാരും തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണിത്. നമ്മളുടെ ഫ്രണ്ട്സിന്റെ കൂടെ മാത്രമല്ല, ഫാമിലിയുടെ കൂടെയും വന്ന് കാണാൻ ഹൈലി റിലേറ്റബിൾ ആയിട്ടുള്ള കഥ. അതാണ് നമ്മുടെ കണ്ണെല്ലാം നിറഞ്ഞ് എല്ലാവരും ഇറങ്ങി വന്നത്. അപ്പൊ റിലേറ്റബിലിറ്റി ഭയങ്കര കൂടുതലുള്ള കഥ. അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാലേ കറക്റ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു. കോമഡി എല്ലാം ഉണ്ട്. ഇല്ല, സത്യം മാത്രം. എന്റെ മക്കളെ ഞാൻ സത്യം മാത്രം പറയാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല പടം. പോട്ടെ, ഒന്നും പറയാനില്ല. നല്ല പടം, നല്ല പടം. ഞാനങ്ങനെ ഡയറക്ടർ ആർട്ടിസ്റ്റാണ്. ഡയറക്ടർ എന്ന് പറയുന്നു അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. അത് അംഗീകരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ നുണക്കുഴിയിലായിരുന്നാലും നുണക്കുഴിയിൽ ഒരു ഹ്യൂമർ ക്യാരക്ടറായിരുന്നു. വാഴയില് നമ്മളെ യങ് സ്റ്റാർസിന്റെ ഒക്കെ അച്ഛനായിട്ടല്ല എന്റെ അച്ഛന്മാരെ കണ്ണു അറിയിക്കും. അതെ, ഫസ്റ്റ് ഹാഫില് പയ്യന്മാരെ ചിരിപ്പിച്ചു, സെക്കൻഡ് ഹാഫില് നമ്മൾ കരയിപ്പിച്ചു. അതാണ് ഒരു സിനിമ. ഇപ്പൊ എന്തായാലും എല്ലാം വേണം അല്ലേ? എന്തായാലും ഒരുപാട് സന്തോഷം, നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഒളിച്ചടി പോകണം കേട്ടാ. ജഗദീഷായാലും നോബിച്ചേട്ടനായാലും നിങ്ങളെല്ലാം ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പം അവരുമായിട്ടൊരു സിനിമയിൽ ഇത്ര നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത്, ഐ മീൻ എല്ലാവരും ഒരുമിച്ച് നിന്നൊരു എന്താ പറയുക തോളോട് തോള് വരുന്ന ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഹാപ്പി ആയിരിക്കും? അല്ല, നമ്മള് ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളെ പണ്ട് പോലെ കാണുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകളെല്ലാവരും കൂടെ പടം ചെയ്യാൻ തോന്നുന്നത് ഭയങ്കര സന്തോഷമാണ്. അതിപ്പോ ഈ പടത്തിന് പക്ഷെ അതിലുപരി സന്തോഷം മാത്രമല്ല, അത് വർക്കൗട്ട് ആവുക എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ ഈ സിനിമയിലും വാഴയിലും ഭാഗ്യം സന്തോഷം. ബാക്കിയെല്ലാം നിങ്ങൾ പ്രേക്ഷകരോട് പറയുക. അറിയാലോ, ഞങ്ങൾ പറയുന്നില്ല, നല്ല പടം ഒന്നും പറയുന്നില്ല, നിങ്ങൾ പറയുക. സോറി. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു.